ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തെ കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ പഴവും അതേപോലെ തന്നെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കേക്ക് കേട്ടോ. നമ്മുടെ ഓവനോ ബീറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സർ ജാറോ മൈദയോ മുട്ടയോ ഒന്നും തന്നെ നമുക്ക് ഇതിനായിട്ട് ആവശ്യമില്ല. ഏറ്റവും സിമ്പിളായിട്ടും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു കേക്കും കൂടിയാണ്. അപ്പോൾ ഏറ്റവും ഹെൽത്തിയും എന്നാൽ നല്ല സ്വീറ്റും ആയിട്ടുള്ള നമ്മുടെ ഈ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. പഴമൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ കേക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് പഴം തന്നെയാണ്. ഞാനിവിടെ 2 ചെറിയ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പഴത്തിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത്തപ്പഴം എടുക്കാം, പക്ഷെ നല്ലതുപോലെ പഴുത്തത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ പഴുത്തെടുത്താൽ മാത്രമാണ് ശരിക്കും നമുക്കങ്ങ് ഉടച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള നമ്മുടെ റോബസ്റ്റ പഴം പോലത്തെ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഉടയ്ക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്താലും മതിയാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതേപോലെ നമുക്കൊന്ന് കിട്ടണം. അപ്പോൾ അരച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കുക. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കലാണ്. അപ്പോൾ ബൗളെടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ബൗൾ വേണം എടുക്കാനായിട്ട്, ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സ് നമുക്ക് ആ ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ പഴത്തിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതിയാവും. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാകുമ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്ത് കൊടുക്കുക. 250 ml കപ്പിന് 1 കപ്പാണ്. ഇനി നമ്മൾ മുട്ടയ്ക്ക് പകരമായിട്ട് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മുട്ട എടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒരു 1/2 കപ്പ് നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ തൈരിന് ഒരുപാട് പുളിയൊന്നുമില്ലാത്ത തൈരാട്ടോ. അതിനുശേഷം നമ്മൾ ചേർത്തിരിക്കുന്ന നോക്കിയും ഇതേപോലെ നന്നായിട്ട് ഒരു ഹാൻഡ് വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ മിക്സിലേക്ക് ഒരു 1/4 കപ്പ് നമ്മുടെ റിഫൈൻഡ് ഓയിലാണ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്, റിഫൈൻഡ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ ആണെങ്കിലും ഉരുക്കിയിട്ട് ചേർത്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന റിഫൈൻഡ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല, വെളിച്ചെണ്ണയൊന്നും എടുക്കരുത് കേട്ടോ. അതിനുശേഷം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് പൊടികളൊക്കെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദയല്ല, മറിച്ച് നമ്മുടെ ഗോതമ്പ് പൊടിയാണ്. 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അടുത്തേക്ക് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി ശരിക്കും സോഫ്റ്റായി വരാനായിട്ട് 1/2 ടീസ്പൂൺ അടുത്തേക്ക് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അടുത്തേക്ക് ബേക്കിംഗ് സോഡയും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിനകത്തേക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും അതിപ്പോൾ ഏത് കേക്കാണെങ്കിലും ഇതേപോലെ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മിക്സൊക്കെയും ഇതേപോലെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ മിക്സ് ആക്കുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. കുറച്ച് നേരം അങ്ങോട്ടും പിന്നെ കുറച്ച് നേരം ഇങ്ങോട്ടും അങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് ഒരിക്കലും കേക്ക് നിൽക്കരുത്. ഇതേപോലെ ഒരേ സൈഡിലേക്ക് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സായി വന്നപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അടുത്തേക്ക് വാനില എസൻസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ആയി കഴിഞ്ഞപ്പോഴേക്കും നല്ല കട്ടിക്ക് തന്നെയായിട്ട് നമ്മുടെ മാവിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് പതുക്കെ ലൂസാക്കാനായിട്ട് ഒരു 1/2 കപ്പ് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തിളപ്പിച്ച പാലൊന്നുമില്ല, സാധാരണ കവർ പാൽ തന്നെയാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പാല് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മുടെ മിക്സ് നല്ലതുപോലെ തന്നെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. എടുത്തിരിക്കുന്ന 1/2 കപ്പ് പാലും ആദ്യമേ ഒരുമിച്ച് ഒഴിക്കരുത്, നോക്കിയിട്ട് കുറച്ച് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പാൽ കുറച്ച് ഒഴിച്ച് നമ്മുടെ മിക്സ് ആണെങ്കിലും ഇവിടെ നല്ലതുപോലെ തന്നെ നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എന്നാൽ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഴുവൻ പാലെടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു 1.5 ടേബിൾ സ്പൂൺ പാൽ ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നോക്കിയിട്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ ബദാമും പിസ്തയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കേക്കിൻ്റെ മിക്സുമായിട്ട് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് ലൂസിലൊന്നുമില്ല, അതേപോലെ തന്നെ ഒരുപാട് കട്ടിയോ അങ്ങനെയൊന്നുമില്ലാതെ ഏകദേശം കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്താൽ മതി. ഇന്നത് തന്നെ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഞാനിപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കുക്കറിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ മോൾഡിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് പാത്രത്തിലാണോ ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് പറ്റി കൊടുക്കുക. കൂടെ തന്നെ ഇതിനകത്തേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലും കൂടി കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് എല്ലാ ഭാഗത്തേക്കും കൂടി ഒന്നും കൂടി നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കലാണ്. അപ്പോൾ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതേപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഒന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമ്മുടെ മിക്സിലെ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഇതേപോലെ 4-5 തവണ നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരിട്ടല്ല വെക്കുന്നത്, പകരം ഒരു പഴയ അപ്പച്ചട്ടി നല്ലതുപോലെ തന്നെ പ്രീ ഹീറ്റാക്കി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റായ അപ്പച്ചട്ടിയുടെ മുകളിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാൻ അങ്ങ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇരുന്നുകൊണ്ട് ഒരു 40-45 മിനിറ്റെങ്കിലും എടുക്കും നമ്മുടെ ഈ കേക്ക് ഒന്ന് റെഡിയായി വരാനായിട്ട്. അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം വെച്ച് ഒന്ന് മൂടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴവും ഗോതമ്പൊടി ഉപയോഗിച്ചിട്ടുള്ള കേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയായി വരട്ടെ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തായി. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങ് ശരിക്കും ഒന്നും ആയി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 50-55 മിനിറ്റെങ്കിലും എടുത്ത് നമ്മുടെ ഈ കേക്ക് ഇപ്പോൾ ഒന്ന് റെഡിയായി വരാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇതേ സമയം തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ രീതിയിൽ ഒന്നും വ്യത്യാസം വന്നിരിക്കാം. അപ്പോൾ റെഡിയായെന്ന് അറിയാനായിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നല്ലപോലെ ക്ലിയറായി വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ കേക്ക് റെഡിയായെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറാനായി താഴെ ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ ഉള്ളൊക്കെ ശരിക്കും റെഡിയായി വന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു പച്ചച്ചൊവ്വ ഉണ്ടാവുകയും ചെയ്യും. നല്ലപോലെ വന്നു കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇത് പണി ശരിക്കും ഒന്ന് പൊങ്ങിയ നടുഭാഗമൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് വിണ്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ ചൂട് ഒന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. കണ്ടോ, നമ്മുടെ പാത്രത്തിലൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആ ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് മാറ്റുവാണേ. കണ്ടോ, അടിയൊക്കെ ആണെങ്കിലും കരിഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി ശരിക്കും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എടുക്കുന്ന സമയം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നിരിക്കാം, അത് ശരിക്കും ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് പഞ്ഞു പോലെയുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു പഴത്തിൻ്റെ ടേസ്റ്റും അതേപോലെ തന്നെ നമ്മൾ കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അതൊക്കെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണെങ്കിലും നല്ല രീതി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. കണ്ടു, ഇപ്പോൾ കേക്കിൻ്റെ ഉള്ളിലാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് അതേപോലെ തന്നെ കാഷ്നട്ടും ബദാമും പിസ്തയും എല്ലാം കൂടി ആ ഇടയിലൊക്കെ കിടക്കുമ്പോഴാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരും കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസിന് നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ കേക്കൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. ബൈ.